അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ ശ്രീ ഭഗവതി എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ അർപ്പിക്കുകയാണ്. 2026 തിരുവോണ ദിവസം നമ്മളെല്ലാവരും രാവിലെ അമ്പലത്തിൽ പോവുമല്ലോ. അതിനു മുന്നേ നമ്മള് വീട്ടിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമുണ്ട്. തിരുവോണ നിലവിളക്ക് അത് തെളിയിച്ച് ഞാൻ പറയുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് തിരുവോണം തൊട്ട് പിന്നീട് അങ്ങോട്ടുള്ള കാലയളവിലെല്ലാം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കുമെല്ലാം വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായി വരും. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങള് അനുഭവിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ അതിനെല്ലാം അറുതി വരും. നിങ്ങൾ കുറെ കാലമായിട്ട് ഒരു കാര്യം നേടിയെടുക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യങ്ങൾ നേടാനുള്ള എല്ലാ അവസ്ഥയും ഉണ്ടായി വരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങള് തിരുവോണ ദിവസം ഞാൻ പറയുന്ന പ്രകാരത്തില് നിലവിളക്ക് തെളിയിക്കുകയാണെങ്കിൽ എത്തിച്ചേരും. നമ്മള് ചിങ്ങമാസം 1-ാം തീയതി രാവിലെ മുഹൂർത്ത വിളക്ക് തെളിയിച്ചല്ലോ. അതുപോലെ തന്നെ തിരുവോണത്തിനും പവിത്രമായിട്ടുള്ള നിലവിളക്ക് തെളിയിക്കണമെന്നാണ്. ചിങ്ങവിളക്ക് തെളിയിച്ചവരെല്ലാം തന്നെ തിരുവോണ വിളക്ക് തെളിയിക്കാമെങ്കിൽ ആ പുണ്യത്തിന്റെ തോത് ഇരട്ടിയാകുമെന്നാണ്. അപ്പോ ഭക്തി പുരസ്സരം നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോ പറയണേ. ഹൈന്ദവ ഭക്തർക്കെല്ലാം ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. പറഞ്ഞത് എങ്ങനെയാണെന്ന്. ഇതിനായിട്ട് നമ്മൾ എപ്പോഴാണ് ആദ്യം ഈ തിരുവോണ വിളക്ക് തെളിയിക്കേണ്ടത് എന്ന് പറയാം. 2 തരത്തില് ഇത് ചെയ്യാറുണ്ട്. ഒന്ന്, ബ്രാഹ്മമുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്ന സമ്പ്രദായം. അതായത് രാവിലെ 4:30 അടുപ്പിച്ച് തുടങ്ങി 5 മണി അടുപ്പിച്ചിട്ടുള്ള ഒരു സമയം വരേക്കും ആ സമയത്തിനുള്ളില് നിലവിളക്ക് തെളിയിക്കുന്ന രീതി പവിത്രാണത്, വളരെ ഗുണകരാണ്. പക്ഷേ ഞാനിവിടെ പറയുന്ന സമയം ഇതല്ല. നിങ്ങൾ ബ്രാഹ്മമുഹൂർത്തത്തിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ആകട്ടെ, ഗുണം തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ തിരുവോണ ദിവസം വിളക്ക് തെളിയിക്കുന്നത് രാവിലെ 6-നാണ്. 6 മണിക്ക് തിരുവോണ വിളക്ക് എന്ന് പറയുന്നത്. അതായത് സൂര്യൻ ഉദിച്ചു ഉണരുന്നതിന്റെ തൊട്ടു മുമ്പ് വിളക്ക് തെളിയിക്കും. അപ്പോ സൂര്യൻ ഇങ്ങനെ ഉണർന്നു വരുന്ന ആ സമയത്ത്, കതിരവനിങ്ങനെ ആകാശത്ത് പടരുന്ന സമയത്ത് വിളക്ക് തെളിയിക്കുന്ന രീതി കൃത്യം 6 മണിക്ക് തെളിയിച്ചിരിക്കും. ആ തെളിയിക്കുന്ന രീതി ഞാൻ പറയാം. അതിനു മുമ്പേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തിരുവോണ വിളക്ക് ബ്രഹ്മമുഹൂർത്ത സമയത്ത് രാവിലെയാണ് തെളിയിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷെ ഞാൻ പറയുന്നത് രാവിലെ 6 മണിക്കെങ്കിലും നിങ്ങൾ ഈ വിളക്ക് തെളിയിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി 4:30 തെളിയിക്കുന്ന ആളായാലും ശരി, 6 മണിക്ക് തെളിയിക്കാൻ പോകുന്ന ആളായാലും ശരി, തിരുവോണ ദിവസം നിലവിളക്ക് തെളിയിക്കുമ്പോ ഈ ചിട്ടകള് പാലിച്ച് വിളക്ക് തെളിയിക്കാമെങ്കിൽ വളരെ ഗുണകരം. അതിനായിട്ട് വേണ്ടത് കഴുകിത്തുടച്ച ഒരു നിലവിളക്ക്, ഒരു നിലവിളക്ക് വയ്ക്കാനുള്ള തട്ടം അഥവാ പാത്രം. ഒരു പാത്രം എടുത്തിട്ട് അതില് പലതരം പുഷ്പദളങ്ങൾ, പൂവിന്റെ ഇതളുകളില്ലേ, അത് നുള്ളി അതിലിടണം, നിറച്ചിടണമെന്നാ പറയണേ. ഇല്ലെങ്കില് വിളക്ക് വച്ച് അതിന് ചുറ്റും പൂക്കളം പോലെ ആ പൂക്കളെ ഇങ്ങനെ അടുക്കി വയ്ക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പല സമ്പ്രദായങ്ങളാണ്. നമ്മുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാല് മുഴുക്കിയ പാത്രത്തില് കുറെ പൂക്കളങ്ങിടും, ഒരു പുഷ്പം കൊണ്ടുള്ള ശയ്യ ഒരുക്കും. എന്നിട്ട് അതിന്റെ നേർമധ്യഭാഗത്ത് 1 രൂപയുടെ ഒരു നാണയം വയ്ക്കും. ആ സങ്കല്പ നാണയം ഒരു കൂർമ്മമാണ്, അതായത് ആമ. ആ നാണയം വയ്ക്കും. എന്നിട്ട് അതിനു മുകളിലാണ് നിലവിളക്ക് വയ്ക്കുക. ഈ നിലവിളക്ക് നമ്മള് എന്നും നിലവിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന പൂജാമുറിയിലും, അല്ലെങ്കിൽ നമ്മള് ഉമ്മറത്തോ മറ്റോ ഒക്കെയാണ് തെളിയിക്കുന്നെങ്കിൽ അവിടെ
അവിടെ വയ്ക്കണം. തട്ടത്തിൽ പൂക്കളിട്ടു, നടുക്ക് നാണയം വെച്ചു, അതിനു മുകളിൽ വിളക്ക് വെച്ചു. വിളക്കില് കുറിക്കൂട്ടുകളാകാം, കുറി തൊട്ട് കൊടുക്കാം. അതിന്റെ ശിരസിലും മധ്യഭാഗത്തും പാദത്തിലും എല്ലാം കുറിക്കൂട്ടുകൾ തൊട്ട് കൊടുക്കാം. ഇനി 5 തിരിയിട്ടുള്ള ഭദ്രദീപമാണ് തെളിയിക്കേണ്ടത്. 5 തിരിയിട്ട് നല്ലെണ്ണ അഥവാ എള്ളെണ്ണ ഒഴിച്ച് തെളിയിക്കണം. തെളിയിച്ചിട്ട് വിഷ്ണു മന്ത്രം ജപിക്കണം. ഓം നാരായണായ നമഃ, ഓം നാരായണായ നമഃ, ഓം നാരായണായ നമഃ എന്ന് 18 ഉരി ജപിക്കണം. എന്നിട്ട് വീണ്ടും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് 8 തവണ ജപിക്കണം. ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന് 8 തവണ ജപിക്കണം. അതിനുശേഷം നന്നായിട്ട് ആ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ആ സൂര്യനോടൊപ്പം ഭഗവാൻ മഹാവിഷ്ണു നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കി പുഞ്ചിരിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ മന്ത്രം ജപിക്കണം. മന്ത്രം എഴുതി കാണിച്ചു തരാം. മന്ത്രം ഇങ്ങനെയാണ് കേട്ടോ. ഓം ദേവേന്ദ്രമൗലി മന്ദാര മകരന്ദ കരുണാരുണം വിഘ്നം ഹരതുമേ വിഷ്ണോ പാദപദ്മദ്വയം ശുഭം എന്നാണ്. ഇങ്ങനെ മന്ത്രം 8 തവണ ജപിക്കണം. 8 തവണ ജപിച്ചതിന് ശേഷം നമ്മള് കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് വിളക്കിന്റെ പാദമില്ലേ, അടിത്തട്ട് എന്ന് പറയില്ലേ, ആ മഞ്ഞള് ആ അടിത്തട്ട് മുഴുക്കെ കുറച്ച് മഞ്ഞൾ മതി, ഇങ്ങനെ ചുറ്റി വിതറണം. മഞ്ഞള് ചുറ്റി വിതറണം. എന്നിട്ട് ആ പാദം തൊട്ട് 3 വട്ടം നെറ്റിയിൽ വെക്കണം. വീട്ടില് ഒരാള് ചെയ്തു കഴിഞ്ഞാല് അടുത്ത ആള് വന്ന് വീണ്ടും ഈ ദേവേന്ദ്രമൗലി മന്ദാര മകരന്ദ കരുണാരുണം വിഘ്നം ഹരതുമേ വിഷ്ണോ പാദപദ്മദ്വയം ശുഭം എന്ന മന്ത്രം 8 തവണ ജപിച്ച് ആ ആള് വിളക്കിന്റെ ചുറ്റാകെ ഇങ്ങനെ മഞ്ഞളിടണം, വിളക്കിന്റെ പാദത്തില് കേട്ടോ. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം. അഗ്നിയിരിക്കുകയാണ്, കുട്ടികള് തട്ടുമ്പോ അത് കമിഴ്ന്ന് വീഴാതെയൊക്കെ നോക്കണം. രാവിലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഒരു അശുഭമൊക്കെ ഫീൽ ചെയ്യൂല്ലേ, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്ത് തൊഴുത് പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് അങ്ങനെ ഇച്ചിരി നേരം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തിരുവോണം എന്ന് പറയുന്നത് ശുഭായി. ഈ ദിവസം തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞിട്ട് ഈ വിളക്ക് ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് അത് കെടുത്തിയിട്ട് നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. അല്ല വീട്ടിൽ വേറെ ആളുണ്ട്, അവര് അത് നോക്കിക്കൊള്ളുമെങ്കിൽ കുറച്ചു നേരം കൂടെ തിരുവോണമല്ലേ ഇരിക്കട്ടെ, കുറച്ചു നേരം കൂടെ എണ്ണ വറ്റി കരിന്തിരി വരാതെ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ക്ഷേത്രത്തിൽ പോകാനുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ പോയി തൊഴണം. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോവാം, ഇഷ്ടദേവതാ സ്ഥാനത്ത് പോവാം കേട്ടോ. അതൊക്കെ വളരെ പുണ്യാണ്. കൃത്യമായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാല് വീട്ടില് ഐശ്വര്യങ്ങൾ ഒരുപാട് ഉണ്ടായി വരും. അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നമുക്കൊരു 10 മണിയൊക്കെ കഴിയുമ്പോൾ വിളക്ക് നമുക്ക് അണക്കി മാറ്റാം. ശേഷം അതിനടിയിൽ വച്ചിരിക്കുന്ന 1 രൂപ നാണയമുണ്ട്. ഈ നാണയം മാറ്റി വെക്കണം. അന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെയോ അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തില് ആ നാണയം നിക്ഷേപിക്കുകയും വേണം. തിരുവോണ ദിവസം ഇങ്ങനെ ചെയ്യുന്നവരാരും തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കറിയാം, തിരുവോണ ദിവസമൊന്നും ശരാശരി വിശ്വാസിയായിട്ടുള്ള ഒരു മലയാളി മത്സ്യമാംസാദികൾ കഴിക്കാറില്ല. എന്നാൽ ചില പ്രവിശ്യകളില് ഈ ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ക്രിയ ചെയ്യുന്ന ഒരാള് ആ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കരുത്. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. അതിനെ കണ്ടറിഞ്ഞ് ഭക്തിയോടുകൂടി വന്ദിച്ച് ചെയ്യുക, നിന്ദിക്കാതിരിക്കുക. അപ്പോ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി കാണും. ഇത് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിക്കും അവരുടെ മനസ്സുഖത്തിനും നിങ്ങളുടെ തൊഴിൽ നേട്ടത്തിനും നിങ്ങളുടെ സാമ്പത്തിക ദാമ്പത്യ നിലയുടെ മെച്ചത്തിനും എല്ലാം ഇത് കാരണമാവും. തിരുവോണം ഏറ്റവും ഭംഗിയാക്കാനും ജീവിതം ഏറ്റവും ഗുണകരമാക്കാനും പറ്റുന്ന ഒരു അവസരമാണ്. ഇതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോ
വീഡിയോ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇതൊരു പുതിയ ചാനലാണ്. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകേണ്ടതില്ല. ഏറെ ഗുണമുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ. അല്ലയോ അമ്മേ ശ്രീ ഭഗവതി, എല്ലാ ഭക്തജനങ്ങൾക്കും പൊന്നിൻ തിരുവോണത്തിന്റെ എല്ലാ ഭാഗ്യസന്തുഷ്ടികളും നൽകണമേ. അവരുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കണേ അമ്മേ ദേവി.